വീട്ടിൽ പ്രസവമെടുക്കാൻ ശ്രമിച്ച് അമ്മയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ ദുരൂഹത കൂട്ടി വെളിപ്പെടുത്തലുകൾ. 3 സിസേറിയൻ നടത്തിയിട്ടുള്ള ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടിയാണ് വീട്ടിൽ പ്രസവം നടത്തിയതെന്നാണ് സൂചന. ആർക്കും സംശയം തോന്നാത്ത വിധമുള്ള കൊലപാതകമാണ് ഭർത്താവ് നടത്തി എന്നതാണ് സൂചന. പാലക്കാട് സ്വദേശിനിയായ ഷമീറ ബീവിയുടെയും നവജാത ശിശുവിന്റെയും മരണത്തിലാണ് പൂന്തുറ്റ സ്വദേശിയായ ഭർത്താവ് നയാസിനെതിരെ കൂടുതൽ ആരോപണമുയരുന്നത്. ഇയാൾ നിലവിൽ നേമം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നയാസും ഇയാളുടെ മകളും മറ്റൊരു യുവതിയും ചേർന്നാണ് ഷമീറ ബീവിയുടെ പ്രസവമെടുത്തതെന്നാണ് വിവരം. ഷമീറയുടെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി നയാസ് തന്നെയാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. നയാസിന്റെ മണക്കാടുള്ള ഭാര്യയിലെ മകളാണ് പ്രസവമെടുക്കാനെത്തിയത്. 3 സിസേറിയൻ നടത്തിയിട്ടുള്ള ഷമീറയെ കൊല്ലാനുറപ്പിച്ചായിരുന്നു ഈ നീക്കം. നാട്ടുകാരുടെ ഇടപെടലാണ് വസ്തുത പുറത്തു കൊണ്ടുവന്നത്. മകൾ 4ാമതും ഗർഭിണിയാണെന്ന വിവരം നയാസ് തങ്ങളിൽ നിന്ന് മറച്ചുവെച്ചുവെന്ന് മരിച്ച ഷമീറയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. 1 മാസം മുൻപ് മാത്രമാണ് ഷമീറ ഗർഭിണിയാണെന്ന് അറിഞ്ഞത്. പ്രസവശേഷം വീട്ടിലെത്താമെന്നും സഹായത്തിന് ആളുണ്ടെന്നും ഷമീറ പറഞ്ഞുവെന്നും എന്നാൽ പിന്നീട് ഫോൺ വിളിച്ചും മകളെ ഫോണിൽ കിട്ടിയില്ലെന്ന് മാതാപിതാക്കൾ വെളിപ്പെടുത്തി. യുവതിക്ക് നൽകിയത് അക്യുപങ്ക്ചർ ചികിത്സയെന്ന് കണ്ടെത്തൽ. ഭീമാപള്ളിയിൽ ക്ലിനിക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബാണ് യുവതിയെ ചികിത്സിച്ചത്. ആധുനിക ചികിത്സ നൽകാതെ വീട്ടിൽ പ്രസവിക്കാൻ ഭർത്താവ് നയാസ് നിർബന്ധിച്ചുവെന്ന് പോലീസ് പറയുന്നു. ആശുപത്രിയിലേക്ക് മാറാൻ ആവശ്യപ്പെട്ട ആരോഗ്യ പ്രവർത്തകരോട് നയാസ് മോശമായി പെരുമാറിയെന്നും പോലീസ് കണ്ടെത്തി. പാലക്കാട് സ്വദേശിയായ ഷമീറ ബീവിയും കുഞ്ഞും ഇന്നലെയാണ് മരിച്ചത്. നയാസിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഷമീറയെ ഒഴിവാക്കാനുള്ള തന്ത്രമായിരുന്നു വീട്ടിലെ പ്രസവം. ഈ സാഹചര്യത്തിലാണ് നയാസിനെതിരെ നരഹത്യ പോലീസ് ചുമത്തിയത്. വിശദമായ ചോദ്യം ചെയ്യലുമുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷമാണ് ഗർഭിണിയായിരുന്ന ഷമീറ അമിത രക്തസ്രാവത്തെ തുടർന്ന് ബോധരഹിതയായത്. ഭർത്താവ് ആംബുലൻസ് വിളിച്ച് കിള്ളിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ അമ്മയും കുഞ്ഞും മരണപ്പെട്ടിരുന്നതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. പാലക്കാട് സ്വദേശിനിയായ ഷമീറയുടെയും പൂന്തുറ സ്വദേശിയായ നയാസിന്റെയും 2ാം വിവാഹമാണിത്. ഷമീറയ്ക്കും നയാസിനും 2 കുഞ്ഞുങ്ങളുണ്ട്. ഇരുവർക്കും ആദ്യ വിവാഹത്തിലും മക്കളുണ്ട്. ആദ്യ വിവാഹത്തിലെ മകൾ ഗർഭമെടുക്കാൻ ഉണ്ടായിരുന്നുവെന്നത് ഗൂഢാലോചനയ്ക്ക് തെളിവാണ്. നയാസിന് വേറെയും ഭാര്യമാരുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നെടുമങ്ങാടായിരുന്നു ഇവർ ആദ്യം താമസിച്ചിരുന്നത്. ഗർഭിണിയായ ശേഷമാണ് കാരയ്ക്ക മണ്ഡപത്തേക്ക് മാറിയത്. ഭാര്യയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ മാറ്റമെന്നും സംശയമുണ്ട്. ഷമീറ പൂർണ്ണ ഗർഭിണിയായപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് അധികൃതരും ഡോക്ടറും ആശുപത്രിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. നയാസ് ഇതിന് തയ്യാറാകാതെ വന്നപ്പോൾ പോലീസ് ഇടപെട്ടിട്ടും പ്രസവം വീട്ടിൽ മതിയെന്ന് നയാസ് വാശി പിടിക്കുകയായിരുന്നു.